ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര ചെയ്തയാൾക്ക് ലോകത്തില്ലാത്ത പിഴ ചുമത്തി വണ്ടൻമേട് പോലീസ്. 9,000 രൂപയാണ് ഇടുക്കി അച്ചൻകാരം സ്വദേശി രാഹുലിന് പിഴ ചുമത്തിയത്. വാഹന പരിശോധനയ്ക്കിടെ തന്നെ ചീത്ത വിളിച്ചതിലെ വൈരാഗ്യത്തിലാണ് ഭീമൻ പിഴ തുക ഈടാക്കിയതെന്നാണ് പരാതി. എന്നാൽ കൈ കാണിച്ചിട്ടും വാഹനം നിർത്താതെ പോയത് ചോദ്യം ചെയ്തപ്പോൾ രാഹുലും സഹോദരനും തട്ടിക്കയറുകയായിരുന്നുവെന്നാണ് SIയുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം രാഹുലും സഹോദരനും ബൈക്കിൽ പോകുമ്പോഴാണ് വണ്ടൻമേട് SI ബിനോയ് എബ്രഹാമും ഡ്രൈവറും പുറ്റടിയിൽ നിന്ന് അണക്കര ഭാഗത്തേക്ക് വരുന്നത്. അച്ചൻകാനം എന്ന സ്ഥലത്തേക്ക് പോകാൻ രാഹുൽ ബൈക്ക് തിരിച്ചു. ഇരുവരും ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. ഇത് കണ്ട് പോലീസ് വാഹനം ഇവരുടെ പുറകെ എത്തി. തുടർച്ചയായി ഹോൺ മുഴക്കിയപ്പോൾ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി. പോലീസ് ജീപ്പ് ബൈക്കിന് കുറുകെ നിർത്തി പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി. രാഹുലിന്റെയും സഹോദരന്റെയും ദേഹവും വാഹനവും പരിശോധിച്ച ശേഷം താക്കോലെടുക്കാൻ ഡ്രൈവറോട് നിർദ്ദേശിച്ചു. പിന്നാലെ 6,000 രൂപ പിഴ ചുമത്തിയ ശേഷം ഒപ്പിടാനും നിർദ്ദേശം. ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തിയതിനാൽ രാഹുൽ വിസമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ പരിശോധിച്ചപ്പോഴാണ് 9,000 പിഴയെന്ന് മനസ്സിലായത്. ഹെൽമറ്റ് ധരിക്കാത്തതിന് പുറമെ റൂട്ട് വെട്ടിച്ചുരുക്കുന്നതിന് ബസ്സുകൾക്ക് ചുമത്തുന്ന പിഴയും ബൈക്ക് റേസിംഗിന് നടത്തുന്ന കുറ്റവും ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. കാരണം വെച്ചാൽ ഇത്രയും രൂപ 9,000 രൂപയോളം രൂപ കൊടുക്കാനും ഇല്ല. അതുപോലെ ഇനി ആർക്കും ഇതുപോലെ ഈ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ ഉടൻ തന്നെ അതിന് അവർക്ക് തോന്നുന്ന രീതിയിൽ ഫൈൻ അടയ്ക്കുക എന്ന രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ പാടില്ലല്ലോ. ശരിക്കും അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപടി എടുക്കണം തന്നെയാണ്. അപ്പം ഞാൻ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിൽക്കുന്നത്. കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ സാവധാനമാണ് ബൈക്ക് ഓടിച്ചതെന്നാണ് രാഹുൽ പറയുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും രാഹുൽ പരാതി നൽകി. അതേസമയം കൈ കാണിച്ചിട്ടും നിർത്താതെ പോയത് ചോദിച്ചപ്പോൾ തട്ടിക്കയറുകയാണ് രാഹുലും സഹോദരനും ചെയ്തതെന്നാണ് SI ബിനോയ് പറഞ്ഞത്. ചെയ്ത കുറ്റത്തിനുള്ള പിഴയാണ് ചുമത്തിയതെന്നും തെറ്റായി രേഖപ്പെടുത്തിയ വകുപ്പ് ഒഴിവാക്കാൻ കത്ത് നൽകിയിട്ടുണ്ടെന്നുമാണ് SIയുടെ വിശദീകരണം. 24 ഇടുക്കി.